റൂമിന്റെ കാര്യത്തിൽ സച്ചിൻ ശ്രുതിയും കൂടി തല്ലുടനെ കാണുമ്പോൾ രവി പറയാണ്, സച്ചി നീ രവിയും കൂടി എൻ്റെ റൂമിൽ വന്ന് കിടന്നു, ഞാനും നിന്റെ അമ്മയും ഹാളിൽ കിടന്നോളാം എന്ന് പറയും. അപ്പം തന്നെ ചന്ദ്ര ചോദിക്കും, ഹാളിലോ നമ്മളോ, അവർ കിടന്നോളും ഹാളിൽ, നമ്മളെന്തിനാ പോയി കിടക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഇവനും രാവിലെ ജോലിക്ക് പോകണ്ടേ, ഇവനും ടയേർഡായിട്ടുണ്ടാവും, അപ്പോൾ ഇവനും കിടന്നുറങ്ങാൻ നല്ലൊരു റൂം വേണ്ടേ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, വേണ്ട, ഞാൻ മുകളിൽ പോയി കിടന്നോളാം, രേവതി നീ പായും തലോണൊക്കെ ആയിട്ട് മുകളിലേക്ക് പൊക്കോളൂ എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ ഒരു മുകളിൽ പോയതിന് ശേഷം സച്ചി വന്നിട്ട് രേവതിയോട് പറയും, നീ എൻ്റെ കൂടെ ആയ കാരണമല്ലേ നിനക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നത്, ഇവിടുത്തെ 2 മരുമക്കളും ഇവിടെ നല്ല റൂമിൽ നല്ല സുഖത്തിൽ കിടന്നുറങ്ങണു, നീ മാത്രം എൻ്റെ കൂടെ ഈ മുകളിലും ടെറസിലും അവിടെ ഇവിടെയൊക്കെ വന്ന് കിടക്കണു, നിനക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ, ഞാനൊരു ഡ്രൈവറായ കാരണമല്ലേ നിനക്കിപ്പോൾ അതൊന്നും പറ്റാതെയായത് എന്നൊക്കെയാണ് പറയട്ടോ. അപ്പോൾ രേവതി പറയും, എനിക്ക് സച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല, സച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ആ ഒരു ദിവസം കഴിയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ശ്രുതി എഴുന്നേൽക്കുന്നേ ഇല്ല. നമ്മുടെ ശ്രുതി കുറേ നേരം വിളിക്കും കേട്ടോ, അപ്പോഴൊക്കെ 5 മിനിറ്റ് എന്നിട്ട് അവിടെ തന്നെ കിടക്കുക. ഈ സമയത്ത് അടിയിലിരുന്നിട്ട് രവി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ അവൻ നീറ്റില്ലേ, അവൻ എന്താ കട തുറക്കാൻ പോവാത്ത, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അവൻ നീറ്റിട്ടുണ്ട്, അവനെ റെഡി ആവുകയാണ്, അപ്പം റെഡി ആയിട്ട് അവൻ നല്ല കുട്ടിയായിട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടോ, അവൻ ഇറങ്ങി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നൊക്കെ തന്നെ പറയും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും വരുന്നത് കാണില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി ഇറങ്ങി വരികയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, ശ്രുതി എവിടെ, അവൻ എന്താ പോവാത്ത, അവനെന്താ റെഡി ആയില്ല ഇതുവരെ ചോദിക്കുമ്പോൾ ശ്രുതി എഴുന്നേറ്റിട്ടില്ല പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനാവും കേട്ടോ. എന്നിട്ട് ചന്ദ്ര നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് റൂമിലേക്ക് പോയിട്ട്, ശ്രുതി എടാ മോനെ കണ്ണാ നീക്കടാ, എൻ്റെ കുട്ടനല്ലേ നീക്കടാ കണ്ണാ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നീപ്പിക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മുടെ രവി ചോദിക്കും, നീ എന്താ ചെയ്യണേ ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു നീപ്പിക്കുക പറയും, ഇങ്ങനെ നീപ്പിക്കുക, എന്നാൽ മടിയിൽ കിടത്തി നീ ഒന്ന് താരാട്ട് പടി കിടത്തി ഉറക്കിക്കോ അവനെ, ഇപ്പോഴും അവൻ ചെറിയ കുട്ടിയാണെന്നാണ് നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആരൊക്കെ വിളിച്ചിട്ടും എന്നിട്ട് ശ്രുതി കുറേ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ടൊന്നും നീക്കുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.